ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, കുറേ പേര് നമ്മളോട് ചോദിച്ചു പൈപ്പ് ക്ലീനർ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഒരു പീസ് പൈപ്പ് ക്ലീനർ 3 കട്ട് ചെയ്ത വൈറ്റ്, എന്നിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓറഞ്ച് ഞാൻ പകുതിയാക്കുകയാണ് ചെയ്തത്, 3 കറക്റ്റ് പകുതി. എന്നിട്ട് അത് ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം മുതലേ കാണാൻ വേണ്ടിയാണ് ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നത്, സ്പീഡ് കൂട്ടാതെ. ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ചുറ്റിയാൽ മതി. പക്ഷേ 2 സൈഡ് തമ്മിൽ യോജിക്കുന്ന സ്ഥലം എങ്ങനെയാണ് ഞാൻ ചുറ്റുന്നതെന്ന് കാണിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ലെങ്തി ആയി പോകുന്ന വീഡിയോ. കാരണം ചിലർ ഇത് അവസാനിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് പൈപ്പ് ക്ലീനർ ഇതേപോലെ ചുറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു കിറ്റ്, ഇത് ഒരു ഹെയർ ബോ ആയിട്ടാണ് വന്നത്, 2 ഡിസൈൻസിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഇതാണ് ആദ്യത്തേത് വരുന്നത്. നമ്മൾ ഓറഞ്ചും വൈറ്റും ഗ്രീനും മിക്സ് ചെയ്ത് മേൾഭാഗത്ത് അടിയിൽ വൈറ്റ് മാത്രം കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ വേണേൽ ചെയ്യാം, അതല്ല എങ്കിൽ വേറൊരു മെത്തേഡിലും കൂടെ ചെയ്യാം. അത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതേപോലെ 3 പൈപ്പ് ക്ലീനർ എടുക്കുക. ഈ 3 ഇത് ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ഫ്ലാഗിൻ്റെ അതേപോലെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഗ്രീൻ അടിയിൽ വൈറ്റ് മിഡിലിൽ മുകളിൽ ഓറഞ്ച് അതേപോലെ ചുറ്റി നമുക്ക് അവസാനം വരെ ചുറ്റിക്കൊണ്ട് പോകാം. അപ്പോൾ ഇത് എന്താണേലും 3 തികയൂല ഈ ഒരു ഹെയർ ബോയ്ക്ക്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആദ്യം ചുറ്റാൻ തുടങ്ങുക, തുടക്കം വെച്ച് തന്നെ. അത് കഴിഞ്ഞ് ഇത് പതുക്കെ ഉന്തിയാൽ മതി. ഉന്തുമ്പോൾ നമുക്കിത് നടുക്കത്തെ ഭാഗത്തേക്ക് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സൈഡും ഈക്വൽ ആക്കിയിട്ട് വേണം വൈറ്റോ ഗ്രീനോ എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അത് സൈഡിൽ വെച്ച് കൊടുക്കാം. 2 വേണേൽ വൈറ്റ് തന്നെ കൊടുക്കാം. എന്നിട്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇത് നടുക്കും കൊടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് മോഡലിൽ വേണേലും ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മൾ 3 ഒരുമിച്ചാകുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, വൈറ്റ് താഴേക്കും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇതേപോലെ ചുറ്റി എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഫൈനൽ ലുക്ക് വരുമ്പോൾ. ഇപ്പം നമുക്ക് വില കുറഞ്ഞ ഇതിൽ ഇൻഡിപെൻഡൻസ് ഡേ കിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഇങ്ങനെ കൊടുക്കണം, ഹെയർ ബോ ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സിമ്പിളായിട്ട് കാണിക്കുന്നത്. ഇതേപോലെ ആ സൈഡിൽ ഞാൻ ഗ്രീൻ ചെയ്തു, ഈ സൈഡിൽ ഓറഞ്ചുമാണ് ഫിനിഷിങ് പാർട്ടിൽ കൊടുക്കുന്നത്. നന്നായിട്ട് ചുറ്റി അങ്ങ് കൊടുത്താൽ മതി. നമ്മൾ 2 സൈഡ് തമ്മിൽ യോജിക്കുന്ന അവിടെ പ്രസ് ചെയ്ത് കയറ്റി വെച്ചാൽ മതി. വേറെ കുത്തുവോ അങ്ങനെ ഒരു പ്രശ്നവും, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇത് കഴിഞ്ഞ് എൻഡ് ടേപ്പ് അടിയിൽ ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ ഇത് ഊർത്തിയ പോലെ ഇങ്ങോട്ടും അങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ പോവും. അതുകൊണ്ട് എൻഡ് ടേപ്പ് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇളകി വരത്തില്ല. മിഡിലിൽ നമ്മൾ ജോയിൻറ്റ് കൊടുക്കുന്നതും ഇളകി പോരത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അവസാനത്തെ ആകുമ്പോഴാണ് എൻഡ് ടേപ്പ് നമ്മൾ കൊടുക്കുന്നത്. നന്നായിട്ട് ഫൈനൽ ലുക്ക് വരുന്ന ഇതാണ് 2 മോഡലും നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. മെറ്റീരിയൽസ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്, റേറ്റും ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക്